ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇൻഫിനിറ്റി. +1 മാത്തമാറ്റിക്സ് എക്സാം വരികയാണ്. +1കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയമാണ് അവർക്ക് മുമ്പിലുള്ളത്. മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന +2കാർക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. എങ്കിലും ഈ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ മാക്സിമം ഏരിയ കവർ ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് ഉറപ്പുവരുത്താം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഓരോ ഭാഗവും കവർ ചെയ്ത് പോകാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്ററാണ്. ഏറ്റവും വേഗത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. അവിടെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമാണ് നമ്മൾ ആദ്യം കാണുന്നത്. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമിലേക്കും തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ സബ്സെറ്റ് എന്താണെന്ന് നമുക്കറിയാം. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സബ്സെറ്റ് ഒരു സെറ്റിലെ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2n ആയിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം 2n-1 ആയിരിക്കും. ദെൻ ഇൻ്റർവൽസ്, റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ് ഇൻ്റർവൽസ്. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. ദെൻ ഓപ്പറേഷൻസ്, പ്രധാനമായിട്ട് 4 ഓപ്പറേഷൻസാണ് നമ്മൾ കാണുന്നത്: യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ്. രണ്ട് സെറ്റ് തരികയാണെങ്കിൽ ഈ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. അത് പഠിച്ചു വെക്കുക. വെൻ ഡയഗ്രാംസ്, ഓരോ റിലേഷനും നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്പറേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാംസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ വെരിഫൈ ലോസ്, നമുക്ക് പ്രധാനമായിട്ടും ഡിമോർഗൻസ് ലോ ആണുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതുപോലെ മറ്റ് ലോസും ഉണ്ട്. അതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. സോ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, സെറ്റിൻ്റെ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. അത് നമ്മൾ കാണുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ്. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബിയിൽ വരുന്ന എലമെൻറ്റ്സ് ഓർഡേഡ് പെയർ ഫോമിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് സെറ്റ് ബിയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ദെൻ രണ്ട് ഓർഡേഡ് പെയർ എയും ബിയും, ഓർഡേഡ് പെയർ എ ബിയും ഓർഡേഡ് പെയർ സി ഡിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എ ഈക്വൽ ടു സി ആയിരിക്കും. അതുപോലെ തന്നെ ബി ഈക്വൽ ടു ഡി ആയിരിക്കും. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഓർഡേഡ് പെയർ ഈക്വൽ ആണെന്ന് തരും. ദെൻ എക്സിന് വേണ്ടി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിക്കാവുന്നതാണ്. ദെൻ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ, എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിനെയും ഒരു റിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, റിലേഷൻ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ദെൻ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്നാണ്. റിലേഷനിൽ പെയറിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും ഡൊമൈന്, സെക്കൻഡ് എലമെൻറ്റ് റേഞ്ച് ആയിരിക്കും. ദെൻ ഫംഗ്ഷൻ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനാണ് ഫംഗ്ഷൻ. അതിൻ്റെ ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് തരുവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/(x-1) × (x-2). ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു √9 - (x²). ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്താണ്? ഇത്തരം ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. ദെൻ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ ചോദിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. ആൾജിബ്ര ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷൻസ് എഫും ജി തരുവാണെങ്കിൽ f+g, f×g, f-g ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് അധികം കുട്ടികളും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകും ഓരോരുത്തരും. ദെൻ ഇവിടെ നിന്ന് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അത് ഒരു മാർക്കിനൊക്കെയാണ് വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കലുള്ളത്. സോ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റീസ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മാർക്ക്, എല്ലാ മാർക്കും ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കൺവേർഷനാണ്. ആംഗിള് റേഡിയയിൽ നിന്നും ഡിഗ്രിയിൽ നിന്നും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ആംഗിളിൽ നിന്ന് റേഡിയനിലേക്കും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല π/180 180 വെച്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് L = r θ എന്ന റിലേഷനാണ്. L എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്, r റേഡിയസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ മെഷർമെൻറ്റിലുള്ള ആംഗിളാണ്. ദെൻ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് ഒരു ക്വാഡ്രൻറ്റിൽ കണ്ടുപിടിക്കണം. ഓക്കെ, sin x = 3/5 തന്നിട്ടുണ്ടാകും. സോ എക്സ് എന്ന് പറയുന്നത്, sin x എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. സോ 3/5 എന്നാണ്. സോ ഓപ്പോസിറ്റ് 3, ദെൻ ഹൈപ്പോട്ടൻസ് 5, ദെൻ അഡ്ജസൻറ്റ് സൈഡ് 4 ആയിരിക്കും. ഇത് ഉപയോഗിച്ചാൽ ബാക്കി വാല്യൂസ്, ക്വാഡ്രൻറ്റിലെ വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്, എല്ലാ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാർക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ sin 75, cos 75, cos 15, tan 15, ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. sin 75 നമുക്ക് sin 45 + 30 എന്ന് എഴുതാം. ദെൻ
ഇത് നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കോസ് 15 എന്ന് പറയുന്നത് കോസ് 45 - 30 ആണ്. ടാൻ 15ഉം കോസ് ടാൻ 45 - 30 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ദെൻ സം ടു പ്രൊഡക്റ്റ് ഐഡൻറ്റിറ്റീസ്. കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഐഡൻറ്റിറ്റി നമുക്കറിയാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഐഡൻറ്റിറ്റി അറിയാം. അതുപോലെ തന്നെ രണ്ട് സെറ്റ് ഐഡൻറ്റിറ്റിയും കൂടെ ഉണ്ട്. ആ ഐഡൻറ്റിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് സമ്മിൽ നിന്ന് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, കോസിൻ്റെ സമ്മിൻ്റെ അകത്ത് അതിൻ്റെ പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ദെൻ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും 0 മുതൽ π/2 വരെയുള്ള വാല്യൂസിനിടയ്ക്കുള്ള ഓരോ വാല്യൂസ് നമുക്കറിയാവുന്നതാണ്. സൈൻ π/6ൻ്റെ വാല്യൂ 1/2 ആണ്. ഇപ്പോൾ 3 × 1/2. ഇനി കോസ് π/3 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാല്യൂസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സൈൻ 31 π/3. സോ നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് സൈൻ 2nπ പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ 2nπയുടെ മൾട്ടിപ്ലൈ പ്ലസ് എക്സ് ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ടാണ് ഇതിന് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ. വളരെ ഈസി ആയിട്ട് കുറച്ച് ഫോമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഏരിയയാണ് കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമ്മൾ ചെയ്യുന്നതാണ്. ദെൻ എക്സ്പ്രസ് a+ib ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. ഒരു കോംപ്ലക്സ് നമ്പർ വേണം z = 2 - 3i / 2 + 5i. ഇതിനെ നമുക്ക് a+ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ മോഡുലസ് ഓഫ് z, അതുപോലെ തന്നെ കോൺജുഗേറ്റ്, സെഡ് ഇൻവേഴ്സ്, ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഫോമുലയുണ്ട്. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഏരിയയാണ്. ദെൻ പവേഴ്സ് ഓഫ് ഐയുടെ പവേഴ്സ് i⁻36 എത്രയാണ്, i⁻−18 എത്രയാണ്, i⁻19 + i⁻20 ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാവുന്നതാണ്. ദെൻ റെപ്രസെൻ്റ് ഇൻ ആഗൻ പ്ലെയിൻ. ഒരു കോംപ്ലക്സ് നമ്പർ ആഗൻ പ്ലെയിൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, അതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും. ദെൻ ലീനിയർ ഇൻഇക്വാളിറ്റിയിൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റിയാണ് കാണേണ്ടത്. സോ ലീനിയർ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുക. എക്സ് <= -2 എന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നതെങ്കിൽ, ലാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷൻ ഇതാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് -∞ to 2 ക്ലോസ്ഡ് ആണ് 2 എന്ന് എഴുതാം. -∞ to ക്ലോസ്ഡ്, ഇത് <= ഉണ്ട്. ദെൻ ഇതിനെ നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതിനെ നമ്പർ ലൈനിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് -2 എന്ന് പറയുന്ന പോയിന്റ് അതിൽ ലെഫ്റ്റിലേക്കായിരിക്കും സൊല്യൂഷൻ ഉണ്ടാകും. സോ -2ൻ്റെ ലെഫ്റ്റിലേക്ക് -2 കൂടി ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇതായിരിക്കും സൊല്യൂഷൻ. ദെൻ അത് ഉപയോഗിച്ചുള്ള വേർഡ് പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ 2 എക്സാംസിൻ്റെ മാർക്ക് 50ഉം 70ഉം, ആവറേജ് അറ്റ്ലീസ്റ്റ് 60 കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം തേർഡ് എക്സാമിന് സ്കോർ ചെയ്യേണ്ടത്. സോ നമുക്ക് ആവറേജ് നമുക്കറിയാം 50 + 70 + തേർഡ് എക്സാമിൻ്റെ മാർക്ക് എക്സ് ആയിട്ട് എടുക്കുന്നു, /3 ആയിരിക്കും ആവറേജ് അറ്റ്ലീസ്റ്റ് 60 എന്നാണ് പറഞ്ഞത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് > 60 ആയിരിക്കും. ദെൻ ഈ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. An event can occur in m different ways and another event can occur in n different ways. Total number of occurrence = m × n ആയിരിക്കും. ഓക്കെ. ദെൻ ഫാക്ടോറിയലിൻ്റെ നൊട്ടേഷൻ n ഫാക്ടോറിയൽ = n × n-1 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നത്. വീണ്ടും നമുക്ക് n × n-1 × n-2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. പിന്നെ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്. ദെൻ അടുത്ത് കാണുന്നത് പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷനാണ്. പെർമ്യൂട്ടേഷൻ NP-R ആണ്. ദെൻ അതിൻ്റെ ഉപയോഗിച്ചുള്ള പെർമ്യൂട്ടേഷൻ്റെ പ്രോപ്പർട്ടീസ്. ദെൻ പെർമ്യൂട്ടേഷൻ ഡെഫിനിഷനിൽ എന്നും ആറും കണ്ടുപിടിക്കാൻ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ദെൻ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് 1 മുതൽ 2, 3, 6 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 2 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ 6P2 ആയിരിക്കും അതിന് ആൻസർ. ഓക്കെ. ദെൻ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ അകത്ത് തന്നെ ഈവൻ നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നു, ഇതൊക്കെ നമുക്ക് പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണ്. നൗ ലെറ്റർ അറേഞ്ച്മെൻറ്റ്. ഒരു വേർഡ് തരും. ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു വേർഡ് തരുവാണ്. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് എത്ര ലെറ്റേഴ്സ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ദെൻ അതിൻ്റെ അകത്ത് എത്ര എണ്ണം വവൽസ് ഒരുമിച്ച് വരുന്നു, വവൽസ് ഒരുമിച്ച് വരാതിരിക്കുന്നു. ദെൻ സ്റ്റാർട്ടിങ് വിത്ത് N, സ്റ്റാർട്ടിങ് വിത്ത് IN, എൻഡിങ് വിത്ത് P, ഇതൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ദെൻ കോമ്പിനേഷൻ്റെ ഡെഫിനിഷൻ NCR എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ NCRൻ്റെ പ്രോപ്പർട്ടീസ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്നിൻ്റെ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ സെലക്ഷനാണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എത്ര കമ്മിറ്റി ഫോം ചെയ്യാം, എത്ര കാർഡ്സ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, ബോർഡ്സ് എത്ര രീതിയിൽ പിക്ക് ചെയ്യാം, ഇതൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഡിഫറെൻറ്റ് ചോദ്യങ്ങളാണ്. ദെൻ ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആ ഡെഫിനിഷൻ ഓർമ്മയുണ്ടാവണം. ബൈനോമിയൽ തിയറം A + B all raised to n വാല്യൂ എന്ന് പറയുന്ന
ആ എക്സ്പാൻഷൻ എന്താണെന്ന് കൃത്യം അറിഞ്ഞിരിക്കണം. അത് അറിയാമെങ്കിൽ എ മൈനസ് ബി ഓൾ റേസ് ടു എൻ അറിയാൻ പറ്റും. ദെൻ 1 + x ഓൾ റേസ് ടു എൻ 1 - x ഓൾ റേസ് ടു എന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അത് ഉപയോഗിച്ചിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് x+1/x ഓൾ റേസ് ടു 5. ദെൻ ഇതുപോലത്തെ ഈ ഫോമിലൂടെ ഏതൊരു എക്സ്പാൻഷനും കൃത്യമായിട്ട് എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1/x ആണ്. ദെൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിഫിക്കൽട്ടായിട്ട് ചോദ്യം തുടങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. ദെൻ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ a+b ഓൾ റേസ് ടു എൻ്റെ അകത്ത് n+1 ടേംസ് ആയിരിക്കും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കുക. പവറിനേക്കാൾ ഒന്ന് കൂടിയതായിരിക്കും എക്സ്പാൻഷനിലെ ടേംസിൻ്റെ എണ്ണം. ദെൻ ഇവാലുവേറ്റ് 101 ഓൾ റേസ് ടു 5. ഇതിനെ നമുക്ക് 100 + 1 ഓൾ റേസ് ടു 5 എന്ന് എഴുതാം. ദെൻ a+b ഓൾ റേസ് ടു എൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡിറ്റർമൈൻ ദ റിമൈൻഡർ. ഒരു എക്സ്പാൻഷൻ തരുവാണ്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഫോർ എക്സാമ്പിൾ 9 ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നു. 64 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു നമ്പറിനെ വേറെ നമ്പർ വെച്ച് റിമൈൻഡർ കിട്ടുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ എന്നിനെ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് n = 25k+1 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. സോ n = 25k+1 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നിനെ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എന്നാണ്. സോ ഈ രീതിയിൽ ബൈനോമിയൽ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ട്. ദെൻ സീക്വൻസ് ആൻഡ് സീരീസിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന nth ടൈം കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ സം ഓഫ് n ടൈംസ് ഓഫ് GP. ഇത് രണ്ടും GPയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുലസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ബേസിക് ഫോർമുലാസ് എന്ന് പറയുന്നത് nth ടൈം എന്ന് പറയുന്നത് a × r⁻n - 1 ആണ്. ദെൻ ആദ്യത്തെ n ടൈംസിൻ്റെ സം Sn = a × r⁻n - 1 / r-1. ഇത് ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്ന r-ൻ്റെ വാല്യൂ >1 ആകുമ്പോൾ, r-ൻ്റെ വാല്യൂ <1 ആകുമ്പോൾ ഇത് നേരെ നെഗറ്റീവ് ആകും. ഇത് നേരെ തിരിച്ച് ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വരും. ദെൻ സം ടു n ടൈംസ് ഓഫ് സീക്വൻസ് 777 എക്സെട്ര. ഇതൊരു GP അല്ല, ഇതിനെ നമുക്ക് GPയുടെ ഫോമിലേക്ക് മാറ്റിയിട്ട് സം കണ്ടുപിടിക്കുന്നത്. ഇതിന് വരാം 7 വരാം 3 3 3 3 എക്സെട്ര വന്നിട്ടുണ്ടെങ്കിലും നമുക്കിത് ഐഡിയ തന്നെ ഉപയോഗിക്കേണ്ടത്. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ടൈംസ് ഈ സമ്മ് ഒരു നമ്പർ തരുന്നു. ഒരു GPയിലെ √3 3 എക്സെട്ര. ഇതൊരു GP ആണ്. GPയുടെ സമ്മ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പർ എന്ന് തരുന്നു, എക്സ് എന്ന് തരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ GP കിട്ടുന്നത്. ഓക്കെ, സമ്മ് അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ബേസിക് ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ വളരെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല പല രീതിയിലും ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ദെൻ 1 - 256 കുറച്ച് നമ്പർ ഇൻസേർട്ട് ചെയ്യും. ഇതൊരു GP ആക്കി മാറ്റണം. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ആദ്യം പഠിച്ചിട്ടുള്ള ഡെഫിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് സ്ട്രൈറ്റ് ലൈൻസിൽ ബേസിക് ആയിട്ട് കുറച്ച് ഫോർമുലയുണ്ട്. കൃത്യമായിട്ട് ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ലൈൻ്റെ സ്ലോപ്പ് എന്താണെന്നാണ്. ഒരു ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് m = tan തീറ്റ ആണെന്ന് അറിയാം. ഇനി ലൈനിലെ 2 പോയിൻ്റ് ആണ് തരുന്നതെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 - y1 / x2 - x1 ആണെന്ന് നമുക്കറിയാം. ദെൻ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ലൈൻസിൻ്റെ സ്ലോപ്സ് m1 ഉം m2 ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് tan തീറ്റ = മോഡുലസ് ഓഫ് m2 - m1 / 1 + m1 × m2 ആണ്. ദെൻ ഇവിടെ നമുക്ക് രണ്ട് ലൈൻസിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി, അതിൻ്റെ പാരലൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലൈൻസ് പാരലൽ ആണെങ്കിൽ m1 m2 ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 = -1 ആയിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്ലോപ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് ലൈൻ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രധാനമായിട്ടും പോയിൻ്റ് സ്ലോപ്പ് ഫോം, 2 പോയിൻ്റ് തരികയാണെങ്കിൽ 2 പോയിൻ്റ് ഫോം, ഇൻ്റർസെപ്റ്റ് ഫോം അറിഞ്ഞിരിക്കണം. സ്ലോപ്പും ഇൻ്റർസെപ്റ്റും തരികയാണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ലൈൻസിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നത്. 2 പോയിൻ്റ് തരുന്നു, അതുപോലെ തന്നെ സ്ലോപ്പും പോയിൻ്റും തരുന്നു. ഇത്തരത്തിലൊക്കെ ലൈൻസിൻ്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാവുന്നതാണ്. ദെൻ പോയിൻ്റ് സ്ലോപ്പ് ഓഫ് ലൈൻ ഫ്രം സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. ലൈൻ്റെ ഇക്വേഷനകത്ത് ax + by + c = 0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് m = -a/b ആയിരിക്കും. ദെൻ ഡിസ്റ്റൻസ് ഫ്രം പോയിൻ്റ് ടു എ ലൈൻ, ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് ax1 + by1 + c / √a² + b² ആണ്. ഫോർമുലകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം ഫോർമുലകൾ പഠിച്ചു വെക്കുക. മാക്സിമം ഡിഫറൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഇവിടെ നമ്മൾ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡയഗ്രങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ലൈൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിച്ചു വെക്കുക. ദെൻ കോണിക് സെക്ഷൻ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ചധികം ഫോർമുലാസ് ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് റേഡിയസ് സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്ററിന് റേഡിയസ് തരുവാണെങ്കിൽ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇതിന് ഫോർമുലയുണ്ട്. കൃത്യമായിട്ട് ആ ഫോർമുല ഫോളോ ചെയ്തുകൊണ്ട്
പഠിക്കുക. പരാബോള പരാബോളയുടെ ഇക്വേഷൻ തരികയാണ്. ഫോക്കസ്, ലാക്ടസ് റെക്ടം, ഡയറക്ട്രിക്സ് ഇവയെല്ലാം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. നേരെ തിരിച്ചും. ദെൻ എലിപ്സ് 2 ടൈപ്പ് എലിപ്സാണുള്ളത്. എലിപ്സിൻ്റെ ഇക്വേഷന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹൈപ്പർബോളയ്ക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ്, ട്രാൻസ്വേഴ്സ് ആക്സിസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോന്നും ഈ എലിപ്സിൻ്റെയും ഹൈപ്പർബോളയുടെയും 1 by 1 ആയിട്ട് ഫോർമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എലിപ്സും ഹൈപ്പർബോളയൊക്കെ മാറി മാറി എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ 7 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ദെൻ 3 ഡയമെൻഷണൽ ജോമെട്രി ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റർ. ആദ്യം ഓരോ ഒക്ടൻ്റിൽ വെട്ട് ഒക്ടൻ്റുള്ള ഓരോ ഒക്ടൻ്റിലെയും സയൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, ആ ഡിസ്റ്റൻസ് ഫോമിൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ടും മേടിക്കാവുന്നതാണ്. സോ അവിടെ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: പ്രൂവ് ദാറ്റ് കൊളീനിയറിറ്റി, 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിക്കാം. എ ബി സി കൊളീനിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി എന്ന് കാണിച്ചാൽ മതി. ദെൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിക്കണം. ദെൻ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ എന്ന് പറയുന്ന ഐഡിയ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ 4 വേർട്ടെക്സ് കണ്ടുപിടിക്കണം പാരലോഗ്രാമിൻ്റെ. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ദെൻ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ അകത്ത് നമുക്ക് ആദ്യം കാണാവുന്ന ലിമിറ്റ്സ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ, റാഷണൽ ഫംഗ്ഷൻ്റെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ, പീസ് വൈസ് ഫംഗ്ഷൻ്റെ ഒക്കെ ലിമിറ്റ് കാണാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ദെൻ ഇവിടെ മിക്കവാറും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് 0/0 ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാവുന്നതാണ്. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഐഡൻറ്റിറ്റീസ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ദിസ് ഈക്വൽ ടു 1 എന്നാണെന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു ചോദ്യമാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ഈ ചോദ്യം n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ് ഇതിൻ്റെ ലിമിറ്റ് വരിക. ഓക്കെ, ഇത്തരം ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ. ദെൻ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ആണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണെന്ന് കണ്ടുപിടിക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓർക്കേണ്ട കാര്യം, എച്ചും ഡിനോമിനേറ്ററിൽ എച്ച് കിടക്കുന്ന നമുക്ക് പ്രശ്നക്കാരാണ്. ന്യൂമറേറ്ററിൽ എച്ച് ആയിട്ട് ക്യാൻസൽ ആയി പോയിട്ട് ഫൈനലി എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും. സോ മിക്കവാറും ചോദിക്കലുള്ളത് ടാൻ എക്സ് ചോദിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, സൈന് കോസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എല്ലാം മറന്നു പോകാതെ പഠിച്ചു പോവുക. ദെൻ ഡെറിവേറ്റീവ്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്. ഡെറിവേറ്റീവിൻ്റെ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും നമുക്കറിയാം. 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് യു ഇൻറ്റു വി ഓൾ ഡാഷ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി. ദെൻ യു ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ. ഈ ഫോർമുലസ് എല്ലാം അപ്ലൈ ചെയ്യുക. ഡയറക്റ്റായിട്ട് ആ ഫോർമുലസ് ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലസ് കൃത്യമായിട്ട് പഠിച്ചു പോകാം. സെക്കൻഡ് ഇയേഴ്സിനെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് എഴുതാവുന്നതാണ്, കാരണം ഇതിൻ്റെ വലിയ വലിയ ഡിഫറൻഷ്യൽസ് നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ് എന്താണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ആണ്. ദെൻ മീൻ ഡീവിയേഷൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഷോർട്ട് കട്ട് മെത്തേഡിൽ അങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുക. മീൻ ഡീവിയേഷൻ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം: മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും. സോ മീഡിയൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കൂടി കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. മിക്കവാറും എക്സാമിന് ചോദിക്കുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി തരും, ദെൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. 6 മാർക്കും നിസ്സാരമായിട്ട് കിട്ടേണ്ട ചോദ്യമാണ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയുക, ഫോർമുല ഓർത്ത് വെക്കുക. ദെൻ പ്രോബബിലിറ്റി, ഷോർട്ട് കട്ട് മെത്തേഡും കൂടി ജസ്റ്റ് പഠിച്ചു പോവുക. ദെൻ പ്രോബബിലിറ്റിയിൽ നമ്മൾ കാണുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്, സാമ്പിൾ സ്പേസ്, ഈ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്ക് കണ്ടൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യം ഫോർമുലാസ്, ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. ദെൻ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് ആണ്. സാമ്പിൾ സ്പേസിൻ്റെ എലമെൻറ്റിൻ്റെ എണ്ണമാണ് എൻ ഓഫ് എസ്. എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. ദെൻ ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്, എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ യൂണിയൻ ബി ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ദെൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്തർ എ നോർ ബി ആണ്. സോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ബി ഓഫ് എ ആണ്. ഇത്തരം കുറച്ച് ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു. നമ്മളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ദെൻ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിക്കാണ്ട് ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ +1 ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും.
പഠിക്കേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം മാർക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. സോ നമുക്ക് ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി, നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് നമുക്കറിയാം, ആ ഭാഗങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദെൻ കുറച്ച് സമയമുള്ളവർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള എന്ത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ഏത് ലെവൽ വേണമെങ്കിലും വരാം. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ആൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കണം. സോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ടെൻഷൻ ആകാണ്ട് ഒന്ന് ആലോചിച്ച് അതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ നോക്കുക. ഓക്കെ. ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ ഒരു കാര്യം മറന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യത്തുള്ളൂ. ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. എല്ലാ ക്വസ്റ്റിനെയും കൂളായിട്ട് നേരിടുക. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമിനെ വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിന് ഏറ്റവും നല്ലൊരു എക്സാം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് മേടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.